അമേരിക്ക ഇസ്രായേൽ ചങ്ങാത്തം എന്നും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇത്രയും വഷളാക്കിയത് അമേരിക്കയാണെന്നുള്ള വിമർശനവും ഉയർന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഈ വാദം ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് അമേരിക്ക കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി മാരകായുധങ്ങളും ഇസ്രായേൽ പ്രയോഗിച്ചിട്ടുണ്ടെന്ന വിമർശനം ഉയർന്നിരുന്നു. ഈ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയത് അമേരിക്കയാണെന്നും ആരോപണമുണ്ടായി. ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്ക. എന്നാൽ ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം US കോൺഗ്രസിന് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾക്ക് കഴിഞ്ഞ വർഷം മുതൽ US നൽകിയ ആയുധങ്ങൾ ഏത് വിധത്തിൽ ഉപയോഗിക്കുന്നുവെന്ന് നിരീക്ഷിക്കാൻ വൈറ്റ് ഹൗസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനുകളെ റിപ്പോർട്ടിൽ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം ലംഘിച്ചുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഗസയിൽ ഹമാസിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അസാധാരണമാം വിധം സൈനിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരുപയോഗം ചെയ്യില്ലെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയതുകൊണ്ടാണ് അവർക്ക് കൈവിട്ട സഹായം നൽകിയതെന്നാണ് അമേരിക്കയുടെ പക്ഷം. അതേസമയം സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുകയാണെന്നും സാധാരണക്കാരെ മനുഷ്യകവചങ്ങളാക്കി മാറ്റുന്നു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അമേരിക്ക പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകിയ പീലാത്തോസിൻ്റെ ശൈലിയിലാണ് അമേരിക്കയുടെ നിലപാടെന്ന് ഹമാസ് പറയുന്നു. ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഫലസ്തീനികളുടെ പോരാട്ടത്തെ തീവ്രവാദി ആക്രമണമായി ചിത്രീകരിച്ചും ഇസ്രായേലിന് ആയുധങ്ങളും സൈനികരെയും നൽകി തങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് അമേരിക്ക ചെയ്തതെന്നും ഇത് മുതലക്കണ്ണീർ മാത്രമാണെന്നും ഹമാസ് ആരോപിക്കുന്നു.